ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ രുചികരമായ ഒരു പാസ്ത ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുക. ഓണിയൻ ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരണം. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച പാടെ ഇളക്കാൻ പാടില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇനി ഈ മുട്ടയൊന്ന് സാവധാനത്തിൽ ഇളക്കി കൊടുക്കുക. 2 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക. സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമായി മല്ലിയിലേൻ്റെ മണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാസ്ത ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, ഡിന്നറിനും കഴിക്കാം, വേണ്ടെങ്കിൽ ലഞ്ചിനും കൂടി കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.